വെൽക്കം ബാക്ക് ടു ഫാഷൻ വീ ഡിസൈൻ. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റീസ്റ്റോക്ക് കളക്ഷനുമായിട്ടാണ് വന്നേക്കുക. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫാബ്രിക്കിൽ വരുന്ന കളക്ഷനാണ് കൊണ്ടുവന്നേക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓണം സ്പെഷ്യൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. ഒത്തിരി കളേഴ്സ് വന്നിട്ടുണ്ട്. ഒട്ടും ടൈം കളയേണ്ട, വേഗം നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നേക്കുക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ്, എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് വന്നേക്കുക. അതിൽ നല്ലൊരു നെക്ക് ഡിസൈൻ കൊടുത്തേക്കുന്നത്, നല്ലൊരു ഡയമണ്ട് ഷേപ്പിൽ വരുന്ന നെക്ക് ഡിസൈൻ, നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തേക്കുക. നല്ല വൈഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. വെയർ ചെയ്ത് കഴിയുമ്പോൾ ലുക്ക് ഇതാണ് വന്നേക്കുക. നല്ലൊരു ക്ലാസിക് ലുക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് ആണല്ലോ, സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്. ഓക്കെ, വൈഡ് ആയിട്ട് നിങ്ങൾക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നല്ലൊരു നെക്ക് ലൈൻ പാറ്റേൺ ആണ് ഇതിൽ നമ്മൾ കൊടുത്തേക്കുക. സ്ലീവ് ആണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈൻ ആണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും സീക്വൻസും കൂടെ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ഇത് നമ്മൾ ചെയ്തേക്കുന്നത്. ദുപ്പട്ടയും വന്നേക്കുന്നത് സെയിം വെൽവെറ്റ് ഓർഗൻസ ഫാബ്രിക്കിലാണ്. നോക്കി, നല്ല ലെങ്തും വിടുത്തുമാണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തേക്കുക. 2 സൈഡും സ്കാലപ്പ് ഫിനിഷ്ഡ്, 1 സൈഡ് കുറച്ചുകൂടെ തിക്കായിട്ട് ഫ്ലവേഴ്സിന് എംബ്രോയിഡറി വർക്ക് കൊടുത്തേക്കുന്നു. അതുപോലെ തന്നെ ബോഡി ഓൾ ഓവർ സ്കാപ്പ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിന് എംബ്രോയിഡറി വർക്കാണ് പോയേക്കുന്നത്. എൻഡിലാണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് ടാസിൽസ് നമ്മൾ അറ്റാച്ച് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കാം. ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് കൊടുത്തേക്കുക. ഒരുപാട് സ്റ്റിഫ് ഒന്നുമല്ല, സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. 2.6 മീറ്റർ ആണ് ടോപ്പ് ലെങ്ത് വന്നിരിക്കുക. ദുപ്പട്ട ലെങ്ത് വന്നിരിക്കുന്നത് 2.4 മീറ്റർ. ഇതിൽ നമ്മൾ ബോട്ടോ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടോ ലൈനിങ് വന്നിരിക്കുക സാൻഡൂൺ ഫാബ്രിക്കിലാണ്. 4 മീറ്റർ ആണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത്. ഏലയും വേണ്ടവർക്ക് ഏലൈനായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ഡിസൈൻ കൊടുത്തേക്കുന്നു. ഇതിൽ നമ്മൾ സ്ലീവ് കൊടുത്തേക്കുക സെപ്പറേറ്റ് ആയിട്ടാണ്. ഇതുപോലെ വരും സ്ലീവിലെ ഡിസൈൻ. സോ ഇപ്പോൾ ഇതാണ് തേർഡ് വൺ വന്നിരിക്കുക. അത് നല്ല രസമുള്ള ഒരു കിങ് ഫിഷർ ബ്ലൂ ഷെയ്ഡാണ് വന്നത്. ഹെവി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. എപ്പോൾ നമ്മൾ കൊണ്ടുവന്നാലും ഫാസ്റ്റ് ആയിട്ട് ഫിനിഷ് ആവുന്ന ഒരു കളർ ഷെയ്ഡ്. അതിൽ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നല്ല വൈഡ് ആയിട്ടൊക്കെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഏത് ഏജിലുള്ളവർക്ക് ഒരേപോലെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്. ഫംഗ്ഷൻ വെയർ ആയിട്ടോ ഓഫീസറായിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും ഇതിന്റെയും ഓവറോൾ ലുക്ക്. പ്രൈസ് വന്നേക്കുക 1380, 1380 വിത്ത് ഫ്രീ ഷിപ്പ്. ഓക്കെ, അടുത്ത കളർ ഷെയ്ഡ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ചെറി പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ്, അതും റെയർ ആയിട്ടൊക്കെയാണ് വരിക. എല്ലാ സ്കിൻ ടോൺകാർക്കും മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. വാഷബിൾ ആണ്. വാഷ് ചെയ്തൊക്കെ എത്ര കാലം വേണം നിങ്ങൾക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്ത് ലുക്കാണെന്നറിയോ വെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന നല്ല വൈഡ് ആയിട്ട് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. എഡിലാണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് ഇതിൽ നമ്മൾ ടാസിൽസ് അറ്റാച്ച് ചെയ്തേക്കുക. 2 സൈഡും സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. 1 സൈഡാണ് ഇതേപോലെ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തേക്കുക. ബോഡി ഓൾ ഓവർ സ്കാപ്പ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിനെ എംബ്രോയിഡറി വർക്ക് കൊടുത്തേക്കുന്നു. നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്, വാഷബിൾ. ഇതേപോലെ വരും ഇതിന്റെ ഓവറോൾ ലുക്ക്. നല്ല ഭംഗിയായിട്ടാണ് സ്ലീവിൽ ഈ ഒരു വർക്ക് നമ്മൾ കൊടുത്തേക്കുക. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വൺ വന്നിരിക്കുക. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുക. പേൾഡ് റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. എല്ലാ സ്കിൻ ടോൺകാർക്കും മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ്. നല്ലൊരു ക്ലാസിക് ലുക്കാണ് വെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫീൽ ചെയ്യുന്നത്. ഇതുപോലെ വരും ഇതിന്റെയും ഓവറോൾ ലുക്ക്. എല്ലാത്തിലും ബോട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സാൻഡൂൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുക. അങ്ങനെയാണോ?